Okay, welcome to the session of the differential equation. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 8ാമത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സെപ്പറബിൾ ഫോം അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സെപ്പറബിൾ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഇക്വേഷനെ നമ്മൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ സെപ്പറബിൾ ഫോം സോൾവ് ചെയ്ത രീതിയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഈ ഡിസ്കഷനിൽ മുഴുവൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡായിരുന്നു. ഇവിടെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് മെത്തേഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. തന്നിരിക്കുന്ന ഇക്വേഷൻസ് റിഡ്യൂസിബിൾ ടു സെപ്പറബിൾ ഫോം ടു ഹോമോജീനിയസ് ഇക്വേഷൻ. ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഫോമാണ് dy/dx = g of y/x. y/xലുള്ള ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ മാറ്റും. അതായത് y' = g of y/x എന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷനെ മാറ്റിക്കളയാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, y' = g of y/x, y/xലുള്ള ഒരു എക്സ്പ്രഷൻ അത്രമാത്രം ഇവിടെ നമ്മൾ മീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഏത് രീതിയിൽ നമ്മൾ മാറ്റിയിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ റെഡ്യൂസിബിൾ ടു സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ എഴുതാവുന്ന എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനെയും നമ്മൾ എന്ത് വിളിക്കും, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ y' = g of y/x എന്നുള്ള രീതിയിൽ എഴുതാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ y/xന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കളയും. y/xന് u എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുത്തു കളയാം. സോ വി ഹാവ് y' = g of y/x. ഓക്കെ, ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, പുട്ട് u = y/x. സോ ഫ്രം ഹിയർ we will have, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, y/xന് y-ന് എന്ത് കിട്ടും, y = ux എന്ന് ലഭ്യമാവും. അപ്പോൾ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കളയാം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് ഇവിടെ എന്ത് കിട്ടും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ dy/dx നമുക്ക് ലഭ്യമാവും. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ, ഇതിനെ നമുക്ക് യുവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എക്സിന് ഇവിടെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ യുവിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1. സോ യു പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു, ദാറ്റ് ഈസ് du/dx. സോ നമ്മളിതിനെ നമ്മുടെ ഇക്വേഷൻ 1-ൽ ഈ ഇക്വേഷൻ 1-നകത്ത് നമ്മൾ എന്ത് ചെയ്തു, y' = g of y/x-നകത്ത് y/xന് u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. യുവിനെ ഫസ്റ്റ് ഫംഗ്ഷനും എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത സമയത്ത് dy/dx എന്നുള്ളതിന് മറ്റൊരു വാല്യൂ നമുക്ക് ലഭ്യമായി. യുവിലും എക്സിലുള്ളൊരു വാല്യൂ, ദാറ്റ് ഈസ് ദ u പ്ലസ് എക്സ് ഇൻറ്റു du/dx. ഈ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1-ൽ കൊണ്ടുപോയിട്ട് നമ്മളങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയും. അപ്പോൾ dy/dxന് പകരം ആര് വരും, u പ്ലസ് എക്സ് ഇൻറ്റു du/dx വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1 ബിക്കംസ് 1 എങ്ങനെയായി മാറും, 1 ബിക്കംസ് എന്തായി മാറും, y' സ്ഥാനത്തേക്ക് ആര് വരുന്നു, u പ്ലസ് എക്സ് ഇൻറ്റു du/dx. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു g ഓഫ് the y/x is u, therefore g of u. Okay, so we'll have from here ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ നമ്മളെ കയ്യിലുണ്ട് എന്താ വരുന്നത്, യു. ഈ യുവിനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ എക്സ് ഇൻറ്റു du/dx, we have x ഇൻറ്റു du/dx is equal to, okay, ഇവിടെ നമുക്ക് വരുന്നത് x ഇൻറ്റു du/dx, ഇവിടെ ആരാ, g of u ഇവിടെ ഉണ്ട്. സോ ഈ യുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് g of u minus u will be there, g of u minus u. Okay, so I would like to take this g of u അല്ലേ, ഈ g of u minus uനെ ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സോ എനിക്കിവിടെ ലഭ്യമാവുന്ന ഇവിടെ ആരുണ്ടായിരിക്കും, നമ്മുടെ കയ്യിൽ du/dxൻ്റെ du/dxനകത്ത് നമുക്ക് പറയാൻ പറ്റും, ഡിയുവിനെ മാത്രം നമ്മൾ അവിടെ നിർത്തിയിട്ട് യുടെ ടേമിനെ മുഴുവൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. യുടെ ടേമിനെ മുഴുവൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് du/g of u minus u, ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു അല്ലേ, എക്സിൻ്റെ ടേംസിനെ മുഴുവൻ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിൽ dx വരും, ദിസ് x will be in denominator, dx/x will be there. Now see,
we separated. Now this is of the form variable separable ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തു. ഹോമോജീനിയസ് ഇക്വേഷൻ ടൈപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ u is equal to y by x എന്ന് നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, dy by dxനെ u plus x into du by dx എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഇക്വേഷനിൽ കൊണ്ടുപോയി ഹോമോജീനിയസ് ഇക്വേഷനിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. Now we got equation 2. ഈ equation 2 ആരാണ്? This is in variable separable form. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കിടക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത് വരുന്നത്. സോ വി ആർ ഹാപ്പി. വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ കിടക്കുന്ന ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ടു അല്ലേ, ഇക്വേഷൻ 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ while integrating 2 by integrating equation 2 by integrating 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഇക്വേഷൻ 2 we will get solution in u and x. ഓക്കെ, എക്സിലും യുവിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ലഭ്യമാവും. ആ എക്സിലും യുവിലുള്ള സൊല്യൂഷൻ ലഭ്യമായി കഴിഞ്ഞാൽ then we replace നമ്മൾ എന്ത് ചെയ്ത് കളയും, റീപ്ലേസ് ചെയ്ത് കളയും. എങ്ങനെ ചെയ്യും? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ. എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത്? വി പുട്ട് u is equal to y by x. u by y by x. യുവിനെ y by x കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. then we will get a original solution. then we will get a actual solution or the original solution of the problem. So this is the method how we solve homogeneous type of first order differential equation. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഹോമോജീനിയസ് ടൈപ്പിലേക്ക് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡാണ് നമ്മളിവിടെ പറഞ്ഞത്. ആഫ്റ്റർ ഓൾ നമ്മൾ എല്ലാറ്റിനും അവസാനം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒതുക്കി കളയും, വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരും. ആ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ സേഫായിട്ട് വളരെ സിമ്പിളായിട്ട് മുന്നേ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. സോ നൗ വി ക്യാൻ മൂവ് ടു എ ക്വസ്റ്റ്യൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ദിസ് ഈസ് ക്വസ്റ്റ്യൻ 1. ഓക്കെ, ക്വസ്റ്റ്യൻ 1ൽ നമ്മൾ പറയുന്നത് സോൾവ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോൾവ് ദ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2x y dash 2x y dash, the y dash is dy by dx minus y square plus x square is equal to 0. Okay, this is our differential equation. Just I put this equation is equation number 1. equation number 1 ആയിട്ട് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ജസ്റ്റ് ഒരു നമ്പറിങ് കൊടുത്തു. വി ക്യാൻ കോൾ ബൈ ദാറ്റ് നമ്പർ. നമുക്ക് ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ ഇക്വേഷനെ ആവശ്യമാവുന്ന സാഹചര്യത്തിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കാം. ബട്ട് ഇവിടുത്തെ ഒരു കാര്യം, നിലവിലെ ഇക്വേഷൻ കാണുന്ന സമയത്ത് ദിസ് ഇസ് നോട്ട് ഇൻ ദ ഫോം ഓഫ് g of y by x. ഈ എക്സ്പ്രഷൻ y by x രൂപത്തിലുള്ള ഒരു എക്സ്പ്രഷനേ അല്ല. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഇക്വേഷനെ ടോട്ടലി ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് y dash is equal, നമ്മൾ നേരത്തെ പറഞ്ഞ y dash is equal to g of y by x എന്ന് പറയാവുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ y by x ഉള്ള ഒരു എക്സ്പ്രഷനോ ആക്കിയിട്ട് അതിനെ മാറ്റിക്കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്തുനിന്ന് ഒരു കക്ഷിയെ പിടിച്ചു. അപ്പോൾ ഞാനിതിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ടേം പിടിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വന്നു കളയും. ഇവിടെ y by x ഹോൾ സ്ക്വയർ വന്നോളും. ഇവിടെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എക്സ് ക്യാൻസൽ ചെയ്തിട്ട് ഒരു y by x ലഭ്യമാവും. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായ രൂപത്തിലേക്ക് അത് എത്തിപ്പെടും എന്നുള്ള. സോ വി ഡിവൈഡ് equation 1 divided by we divide 1 divided by x square. This implies, okay, എങ്ങനെ വന്നു കളയും, ഇക്വേഷനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ആര് വരും, 2x y dash divided by x square, okay, and minus y square, 2x y dash divided by x square
minus y square divided by x square plus x square divided by x square equal to 0. Now from here ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും എക്സും ഇവിടെ നിന്ന് ഒരു എക്സും ഇതിനകത്ത് നിന്ന് ഒരു എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് ഇവിടെ വരും 2 ഇൻറ്റു വൈ ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ്. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ഈക്വൽ ടു 0. സോ ദിസ് ഇസ് ഇനഫ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഏതിലേക്ക് മാറ്റി, ഒരു വൈ ബൈ എക്സിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് ഇയാൾക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നുള്ള ഒരു നമ്പർ ഞാൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. നൗ സി ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് വൈ ബൈ എക്സ് ആണ്. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ ഒരേ വാല്യൂ ആണ് ഡി വൈ ബൈ ഡി എക്സിന് എല്ലായിടത്തും ലഭ്യമാവുന്നത്. സോ വി പുട്ട് യു ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. ഓക്കെ, യുടെ വാല്യൂ വൈ ബൈ എക്സ് ആക്കി കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വൈ ഈസ് ഈക്വൽ ടു എന്തായി മാറി, യു എക്സ് ആയി മാറി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ആരുണ്ട്, ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് യുവിനെ സെറ്റ് ചെയ്യാം, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എക്സിനെ സെറ്റ് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കളയാം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കളയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ദിസ് സിംപ്ലൈസ് വൈ ഡാഷ് ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് is equal to first function u into derivative of x is 1, no problem. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു എഴുതാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ യു ഡാഷ് എന്ന് എഴുതി. സോ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു യു പ്ലസ് എക്സ് യു ഡാഷ്. ഓക്കെ, ഈ വാല്യൂസിനെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ദിസ് ഈസ് ദ ഫെയർ ആൻഡ് ഹോമോജീനിയസ് ഇക്വേഷൻ. ഇതാണ് ഹോമോജീനിയസ് ഇക്വേഷൻ. ആ ഹോമോജീനിയസ് ഇക്വേഷനകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയും. ഹോമോജീനിയസ് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും, ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ക്യാൻ പുട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2ൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കളയാം. ഇക്വേഷൻ 2ൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ഇവിടെ ആരാ 2 ഇൻറ്റു വൈ ബൈ എക്സ്. ദ വൈ ബൈ എക്സ് ഇസ് 2 ഇൻറ്റു വൈ ബൈ എക്സ് ഇസ് യു, that is 2u, and again we have y dash. Y dash is actually we developed y dash as u plus xu dash, that is equal to u plus xu dash, and see y dash is okay. Now minus y by x whole square. The y by x whole square is that is equal to plus y by x is u square, and finally we have just a plus 1 is there. Okay, so plus 1 equal to 0. Okay, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2-നകത്ത് കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 2 ആണ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ വൈ ബൈ എക്സിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത ഇക്വേഷനാണ് ആര്, ഇക്വേഷൻ 2. അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആരെ കൊടുത്തു, യു ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ് കൊടുത്തു. യുടെ വാല്യൂ വൈ ബൈ എക്സ് കൊടുക്കുന്ന സമയത്ത് 2u ആൻഡ് യു ഡാഷ് വൈ ഡാഷ് ഇസ് യു പ്ലസ് എക്സ് യു ഡാഷ്, u plus x u dash നമ്മൾ കൊടുത്തു. and then we have minus y by x whole square, that is y by x that is equal to minus u square. just a minute, ഇവിടെ മൈനസ് വൈ ബൈ എക്സ് ഹോൾ സ്ക്വയർ ആണ്. ആ ഭാഗത്തേക്ക് എന്ത് വരും, ദിസ് ഈസ് മൈനസ് യു ഡാഷ്. ഓക്കെ, ആൻഡ് മൈനസ് യു സ്ക്വയർ, ആൻഡ് ഫൈനലി വി ഹാവ് എ പ്ലസ് 1 ഇസ് ഹിയർ. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ആ പ്ലസ് 1 കൊടുത്തു. ദിസ് ഈസ് ദ ഇക്വേഷൻ. Now the equation 3 അല്ലേ, ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 3 എന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ആ ഇക്വേഷൻ 3-കകത്ത് എക്സിലും യുയിലുമുള്ള ഇക്വേഷനാണ്. ആ എക്സിലും യുയിലുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിലും യുയിലുള്ള ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് നമ്മൾ എത്തിക്കളയും. ആ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിനെ അങ്ങ് ഒന്ന് മാറ്റിക്കളയാം. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് 2u സ്ക്വയർ ആൻഡ് പ്ലസ് 2u xu dash, ഓക്കെ, ഇസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഈ യുടെ ടേമിനെ മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മൈനസ് യു സ്ക്വയർ ഈസ് പ്ലസ് യു സ്ക്വയർ ആൻഡ് പ്ലസ് 1 ഈസ് minus u square is plus u square, plus 1 is minus 1. Okay, I would like to take this 2u square to there. ഈ 2u സ്ക്വയറിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്ത് കിട്ടും,
ഫൈനലി നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ദിസ് ഈസ് 2u xu dash is here. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2u ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2u xu dash നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ആൻഡ് 2u xu dash ഉണ്ട്. u square minus 1 റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു u square minus 1 is there, and this plus 2u square we take into റൈറ്റ് ഹാൻഡ് സൈഡ്. പ്ലസ് 2u സ്ക്വയർ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ അവിടെ വരുമ്പോൾ മൈനസ് 2u സ്ക്വയർ ആയി. സം മൈനസ് 2u സ്ക്വയർ ഇസ് ഹിയർ. ഓക്കെ, നൗ വി ഹാവ് 2u xu dash. ദിസ് ഇസ് ഈക്വൽ ടു എന്തായി മാറി? u സ്ക്വയർ മൈനസ് 2u സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് അല്ലേ. ഓക്കെ, വി ഹാവ് ഇവിടെ നമുക്ക് പറയാൻ കഴിയും ഇതിനകത്ത് എന്താ വരുന്നത്? ദിസ് ഈസ് ആൻഡ് മൈനസ് 2u സ്ക്വയർ ദാറ്റ് ഇസ് minus u square minus 1 is here, and from here we just take xu dash here, and we are trying to take this 2u to here. The 2u will be there in denominator, therefore minus, I took minus is outside. minus നെ നമ്മൾ ഇങ്ങ് പുറത്താക്കി കളഞ്ഞു. മൈനസ് സൈനെ പുറത്താക്കി കഴിഞ്ഞാൽ അകത്താരാ 1 plus u square ഉണ്ട്. അകത്ത് താഴെ കിടക്കുന്ന ആരാ? 2u നെ നമുക്ക് താഴെ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എക്സ് ഇൻറ്റു ദ യു ഡാഷ് ഈസ്, യു ഡാഷ് എന്ന് പറഞ്ഞാൽ ആരാ? ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് ആണ്. ഡി യു ഡിവൈഡഡ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 പ്ലസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ യുടെ ആളുകളെയെല്ലാം അല്ലേ യു കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസിനേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. ആ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസിനേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ യു കണ്ടെയ്ൻ ചെയ്യുന്ന ടേംസിനേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയും ദ 2u എങ്ങോട്ട് പോകും? ന്യൂമറേറ്ററിലേക്ക് പോകും. ആൻഡ് 1 പ്ലസ് യു സ്ക്വയർ ഡിനോമിനേറ്ററിലേക്ക് വരും. സോ വി വിൽ ഹാവ് ഇവിടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും ആരാ? മുകളിൽ ആരുണ്ടായിരിക്കും? 2u du. താഴെ ആരാ വരുന്നത്? 1 പ്ലസ് യു സ്ക്വയർ. സോ ഇൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് 2u നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ ആരുണ്ടായിരിക്കും? ഒരു 2u du ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു സ്ക്വയർ. 2u du ഡിവൈഡഡ് ബൈ 1 പ്ലസ് യു സ്ക്വയർ. ആൻഡ് ഓക്കെ, 2u du ഡിവൈഡ് ബൈ 1 പ്ലസ് യു സ്ക്വയർ. ഇനി അവസാനമായിട്ട് ഇയാൾ എന്തായി മാറും? ഈ എക്സിനെ കൊണ്ടുപോകും. നൗ എക്സ് എവിടെ വരും? എക്സ് നമ്മളെടുക്കുന്ന സമയത്ത് എക്സ് അങ്ങ് ന്യൂമറേറ്ററിലേക്ക് ഡി എക്സ് ന്യൂമറേറ്ററിലേക്ക് പോവും. എക്സ് ഇവിടെ ഡിനോമിനേറ്ററിലേക്കും വരും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും സോ വി വിൽ ഹാവ് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഹിയർ. നൗ വി ആർ ഹാപ്പി വി സെപ്പറേറ്റഡ് ദ വേരിയബിൾസ്. വേരിയബിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മുഴുവനായിട്ടും യുയിലുള്ള ടേമാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് മുഴുവനായിട്ടും എക്സിലുള്ള ടേമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അതിൽ നോക്കി പോകുന്നത് ഈ ചങ്ങാതി ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്ററിലുള്ളത്. സം ഇഫ് ഐ പുട്ട് സം വി ഈസ് ഈക്വൽ ടു 1 പ്ലസ് യു സ്ക്വയർ. ഓക്കെ, വിനെ ഞാൻ 1 പ്ലസ് യു സ്ക്വയർ എന്നെടുത്തു കഴിഞ്ഞാൽ ഡി വി ഡെറിവേറ്റീവ് ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്? 1 ഈസ് ദ കോൺസ്റ്റൻറ്റ്, ദെർഫോർ 0, ആൻസർ 0 ആയിരിക്കും. യു സ്ക്വയറിൻ്റെ ആരാ വരുന്നത്? 2u du. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കക്ഷിയെ ഇതിനകത്ത് വരുന്ന ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തെടുത്തു? ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് 2u du. ദാറ്റ് ഈസ് ഹിയർ ഇൻ ന്യൂമറേറ്റർ. അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്? ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. സോ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ലോഗരിതം ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇൻ്റഗ്രേറ്റിംഗ് 3. ഇക്വേഷൻ 3യെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കളയുന്നു. ഇക്വേഷൻ 3യെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഇസ് 2u du ഡിവൈഡഡ് ബൈ ആരാ വരുന്നത്? 1 പ്ലസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. See, integral of 2u du divided by 1 plus u square is equal to integral of dx by x is here. So, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താ? ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. സോ ലോഗരിതം ഓഫ് ഡിനോമിനേറ്റർ ഈസ് ദ
answer of the integral. Therefore, this is equal to, so from here we can say that log mod 1 plus u square. So, log of 1 plus u square is here, and here ഇവിടെ ആരാ വരുന്നത് log mod x, that is log x, and the constant of integration we have, that is the log c. Okay, ആ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആയിട്ട് ഞാൻ ആരെ എടുത്തു log c എടുത്തു. ഇവിടെ നമുക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് എല്ലായിടത്തും ലോഗരിതംസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് പറയാൻ കഴിയും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ log of 1 plus u square ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന കക്ഷി ദിസ് ഇംപ്ലൈസ് log of 1 plus u square is equal to log x plus log c, that is equal to log of cx. So, we have log of cx or log x is there. So, I took log cx. അല്ലേ log cx എന്നെടുത്തു. രണ്ട് സൈഡിലും ലോഗരിതം ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് വന്നു 1 plus u square. 1 plus u square is equal to cx is the solution. But this is the solution. ഇയാൾ ആരുടെ സൊല്യൂഷനാണ്? ഈ സൊല്യൂഷൻ വരുന്നത് നിങ്ങളെടുക്കുന്ന ഇക്വേഷൻ 3യുടെ സൊല്യൂഷനാണ്. ഇക്വേഷൻ 3 നമ്മൾ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തത്? ഇക്വേഷൻ 3 ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എവിടെ നിന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയാണ് വൈക്ക് യു എക്സ് എന്ന രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇക്വേഷൻ 3യിലേക്ക് എത്തുന്നത്. ആ രീതിയിലൂടെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഇതിനകത്തേക്ക് യു എ റീപ്ലേസ് ചെയ്യുന്നതോട് ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ വരും. ദിസ് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താ നമുക്ക് പറയാവുന്നത് റീപ്ലേസ് ഓക്കെ നമ്മളെന്താ യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് യുവിനെന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് യു ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. ഈ ടൈപ്പ് എല്ലാ ഇക്വേഷനിലും യുക്ക് ഒരേ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നുള്ളൂ യു ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കും വി റീപ്ലേസ് യു ബൈ വൈ ബൈ എക്സ്. Okay, so this is equation 4. അല്ലേ equation 4 എങ്ങനെ ആയി കളയും? equation 4 becomes as ആരായി മാറും 1 plus y by x u square is here, therefore y by x whole square is equal to cx. Okay, so ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും എന്താ പറയാവുന്നത് y square by x square, therefore x square plus y square divided by x square is equal to cx. ഓക്കെ, ഈ എക്സ് സ്ക്വയറിനെ കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ആ എക്സ് സ്ക്വയറിനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇടാം. ആ എക്സ് സ്ക്വയറിനെ പിടിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കിടക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്തായി മാറും? എക്സ് ക്യൂബായി മാറും. സോ ഫൈനലി വി ഹാവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ദിസ് എക്സ് സ്ക്വയർ വിൽ ബി ഇൻ റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ എക്സ് സ്ക്വയർ എവിടെ വരും? റൈറ്റ് ഹാൻഡ് സൈഡിൽ വരും. ആ എക്സ് സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന സമയത്ത് ആരായി മാറും? ദിസ് ഈസ് ഈക്വൽ ടു സി എക്സ് ക്യൂബ്. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു പോയൊരു പാറ്റേൺ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കിതിനകത്തേക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഹോമോജിനിയസ് ടൈപ്പ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ ചെക്ക് ചെയ്യുക. ഹോമോജീനിയസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹോമോജീനിയസ് ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യും. ഹോമോജീനിയസ് ഫോമിലേക്കാണെങ്കിൽ നമ്മൾ യുക്ക് എന്ത് കൊടുത്ത് കളയും? വൈ ബൈ എക്സ് എന്ന് കൊടുത്ത് കളയും. വൈ എന്തായി മാറും? യു എക്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. ആ യുവിനെ ഫസ്റ്റ് ഫംഗ്ഷനും എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി വൈ ബൈ ഡി എക്സിന് യു പ്ലസ് എക്സ് ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്നുള്ള വാല്യൂ നമുക്ക് ലഭ്യമാവുന്നു. ഈ ടൈപ്പ് എല്ലാ ഇക്വേഷനിലും നമുക്ക് ലഭ്യമാവുന്ന വാല്യൂ ഈ സെയിം വാല്യൂ തന്നെയാണ് എല്ലായിടത്തും ലഭ്യമാവുന്നത്. അത് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് വരും? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് വരും. സപ്പോസ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ജി ഓഫ് വൈ ബൈ എക്സ് ഫോമാറ്റിലല്ലെങ്കിൽ നമ്മൾ അതിനെ ഹോമോജീനിയസ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെറിയ മാനിപ്പുലേഷൻസ് നടത്തി കളയും. ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമാറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആ വേരിയബിൾ സെപ്പറബിൾ ഫോമാറ്റിലേക്ക് വന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുവിലും എക്സിലുമുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റിൽ കിടക്കുന്നുണ്ടാവുക. അതിനകത്ത് നമ്മൾ നോക്കിയ മിക്കവാറും കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറ്റാവുന്ന രീതിയിലായിരിക്കും എല്ലാ കേസിലും എന്ത് കിടക്കുന്നുണ്ടാവുക? ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിടക്കുന്നുണ്ടാവുക. ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തി.
ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അതിൽ ചെയ്യേണ്ടത് സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ യുവിലും എക്സിലുള്ള സൊല്യൂഷൻ ലഭ്യമായി കഴിഞ്ഞാൽ എക്സിലേക്കും വൈയിലേക്കും സൊല്യൂഷനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, യുവിനെ y/x വെച്ച് റീപ്ലേസ് ചെയ്ത് കളയും. സോ അവസാനമായിട്ട് നമ്മൾ ഏറ്റവും ഫെയർ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് വരും. ആ സൊല്യൂഷനാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ വേരിയബിൾ സെപ്പറബിൾ ഫോമാറ്റിലല്ലാത്ത ഒറിജിനൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്തുനിന്ന് 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് പ്ലേസ് ചെയ്യാം that you can do by yourself. Assignments. Okay. Solve x into x minus y into y dash plus y square is equal to 0 into y dash plus y square is equal to 0. അതുപോലെ തന്നെ divide by second one, solve dy by dx is equal to x square plus 3y square divided by 3x square plus y square plus y square. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ച് പറയുന്ന ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓൺലൈൻ PDF ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടിനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. മാത്രമല്ല പ്രത്യേകിച്ചും ഫിസിക്സ് പോലെ അപ്ലൈഡ് സയൻസിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ അപ്ലിക്കേഷൻ പാർട്ടിലേക്ക് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിപ്പെടാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു വെരി മച്ച്.